ഒരുപാട് പേര് പറയുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് കാലാകാലങ്ങളായി പലവിധ അസുഖങ്ങളാണ്, ഷുഗറായി, കൊളസ്ട്രോളായി, പ്രഷറായി, അങ്ങനെ ഒരുപാട് രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്കെല്ലാം ഞങ്ങൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പക്ഷെ എത്ര മരുന്ന് കഴിച്ചിട്ടും ഞങ്ങളുടെ രോഗം മാറുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്തെന്നറിയണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് 4 കാര്യങ്ങൾ ഇനി മുതൽ ശ്രദ്ധിച്ചാൽ ആ മരുന്ന് കഴിക്കുന്നതോടെ നിങ്ങളുടെ രോഗങ്ങൾ മാറും, അത് ഉറപ്പാൻ. രോഗങ്ങളില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വന്നാൽ 4 മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് വരും. എന്തിനാണ് ആ 4 മലക്കുകൾ വരുന്നതെന്നറിയോ? ഇല്ലല്ലോ, കേട്ടു നോക്ക്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ആരോഗ്യമുള്ള, എപ്പോഴും ചുറുചുറുക്കുള്ള, യുവത്വമുള്ള ഒരു ജീവിതമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നിത്യജീവിതത്തിലെ ആരോഗ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു 12 കാര്യങ്ങൾ നമുക്ക് കേട്ടാലോ? നിത്യമായി ഇത് പാലിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യവും യൗവനവും നിലനിൽക്കും. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്നറിയാൻ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ ഒരുപാട് ദുആ വസിയത്താണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഗുളിക രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ ടോണിക് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു ഓയിൽമെൻറ്റ് പുരട്ടലാവാം. ഏതൊക്കെ രൂപത്തിൽ മരുന്നുകളുണ്ടോ അതിൽ പലതും നമ്മൾ കഴിക്കുന്നവരാണ്. എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറാത്ത അവസ്ഥയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ആ കൊളസ്ട്രോൾ എന്ന് പറയുന്ന രോഗാവസ്ഥ മാറാൻ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, എന്നിട്ടും രോഗം കുറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ നിന്നും ഹോമിയോയിലേക്ക് മാറും. ഹോമിയോ മരുന്ന് ഒരുപാട് കഴിച്ചു, അതിൽ കുറവ് കാണുന്നില്ല, നേരെ യുനാനി മരുന്നിലേക്ക് പോകും. അവിടെയും ഒരുപാട് കഴിച്ചു, കുറവ് കാണുന്നില്ല, പിന്നെ ആയുർവേദത്തിലേക്ക് പോകും, പിന്നെ നാട്ടുവൈദ്യത്തിൽ. ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഒരുപാട് മരുന്നുകൾ നമ്മൾ പലപ്പോഴും പല രോഗത്തിനും വേണ്ടി കഴിക്കുന്നവരാണ്. മരുന്നുകൾ കഴിക്കാത്തവരായി ആരും ഇല്ല എന്ന് തന്നെ പറയാം ഇന്നത്തെ ആധുനിക ലോകത്തിൽ. കാരണം നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിത ശൈലി, നമ്മുടെ കാലാവസ്ഥ, അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ എല്ലാവരെയും രോഗികളാക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എത്ര മരുന്നാണ് ഇന്നത്തെ ഈ ദിവസം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? രാവിലെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുണ്ടാകും, ഭക്ഷണത്തിന് ശേഷമുണ്ടാകും, ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷമുണ്ടാകും, രാത്രി ഭക്ഷണത്തിന് ശേഷമുണ്ടാകും, അല്ലെങ്കിൽ വെറും വയറ്റിൽ കഴിക്കേണ്ട മരുന്ന്. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ദിനേനെ നമ്മൾ കഴിക്കുന്നവരാണ്. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, തൈറോയിഡിൻ്റെ അസുഖമുള്ളവർ, യൂറിക് ആസിഡ് ഉള്ളവർ, കാലുവേദന, നടുവേദന, മൈഗ്രെയിൻ, തലവേദന, ശരീരം കടച്ചിൽ, ശ്വാസം മുട്ട്, ജലദോഷം, ചിലപ്പോൾ അറ്റാക്ക് വന്ന ആളുകളുണ്ടാകും, ബ്ലോക്ക് വന്ന ആളുകളുണ്ട്, അതുപോലെ ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്, PCOD രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഗർഭാശയത്തിൽ മുഴയും മറ്റ് രോഗാവസ്ഥകളുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രോബ്ലമുള്ള ആളുകൾ, കരളിന് പ്രശ്നമുള്ള ആളുകൾ, കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് രോഗങ്ങൾ ഇന്നത്തെ നമ്മുടെ തലമുറയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ എല്ലാ രോഗങ്ങളും പടച്ച തമ്പുരാൻ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളില്ലാത്ത നല്ല ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു തആല ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്ര രോഗമുണ്ടെങ്കിലും നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ രോഗം വേഗത്തിൽ ശിഫയാക്കിയെടുക്കാൻ സാധിക്കും. ആ ചെറിയ ചില ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നലി കുല്ലി ദാഇൻ ദവാ.
ലോകത്ത് അല്ലാഹു തആല ഏതെല്ലാം രോഗങ്ങൾ ഇറക്കിയിട്ടുണ്ടോ ആ രോഗം അല്ലാഹു ഇറക്കുന്നതോടൊപ്പം തന്നെ ആ രോഗത്തിനുള്ള മരുന്നും അല്ലാഹു ഇറക്കിയെന്നാണ്. കൊറോണ എന്ന് പറയുന്ന അസുഖം ഇങ്ങനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ അതിനുള്ള മരുന്നും അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ കൊറോണ അസുഖം വന്ന് എല്ലാവരും ബാധിച്ച് ഒരുപാട് പേര് മരണപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യൻ അതിനുള്ള വാക്സിൻ, അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഒരുപാട് രോഗങ്ങളുണ്ട്, മാറാ രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഏത് രോഗമുണ്ടോ അതിൽ അല്ലാഹു തആല മരുന്നും ഇറക്കിയിട്ടുണ്ട്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു അസുഖമുണ്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 400 ഉണ്ട് എന്ന് വിചാരിക്കുക. വളരെ ഹൈ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണ്. ഉടൻ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകൾ കൊണ്ട് മാത്രമേ ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റൂ, മെഡിസിൻ നിങ്ങൾ തുടങ്ങണം. അങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ മാറാനുള്ള മെഡിസിനൊക്കെ എഴുതി തന്നു. നമ്മളത് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച, 1 മാസം നമ്മൾ തുടർച്ചയായി ആ മരുന്ന് കഴിച്ചു. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 400 ഉണ്ടായിരുന്ന കൊളസ്ട്രോൾ എന്തായി, 350, 330 മാറി. നമ്മൾ വിചാരിക്കുന്നു, ഒരു മാസം ഞാൻ ഗുളിക കഴിച്ചിട്ടും എന്താണ് എൻ്റെ ഇത്ര മാത്രമേ കുറഞ്ഞിട്ടുള്ളോ, ഇതെന്താണ്, ഈ മരുന്നിൻ്റെ കുഴപ്പമാണോ, മരുന്ന് കഴിച്ചിട്ടും എനിക്ക് എന്തേ കുറയാത്തത് എന്നൊരു തോന്നൽ പല ആളുകൾക്കും ഉണ്ടാകും. അങ്ങനെയാണ് ഒരു മാസം ഗുളിക കഴിച്ചിട്ട് കുറവ് കാണുന്നില്ല, പൂർണ്ണമായി തൃപ്തിയില്ല എങ്കിൽ ആളുകൾ മറ്റൊരു ചികിത്സയിലേക്ക് പോകും. ചിലപ്പോൾ ഹോമിയോയിലേക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആയുർവേദത്തിലേക്ക് പോവാറുണ്ട്. ഇവിടെ ആ കഴിച്ച മരുന്നിന്റെ കുഴപ്പമല്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇറച്ചി ഒഴിവാക്കണം, പൊരിച്ചതും കരിച്ചതുമായ ഭക്ഷണം ഒഴിവാക്കണം, എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കണം, അതുപോലെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അരമണിക്കൂർ എക്സർസൈസ് ചെയ്യണം, വ്യായാമം ചെയ്യണം. ഇതൊക്കെ നമ്മളോട് ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഗുളിക കഴിക്കുന്നു, അതോടൊപ്പം തന്നെ ഈ ഇറച്ചി ഒരുപാട് കഴിക്കുന്നു, പൊരിച്ചതും കരിച്ചതും അതുപോലെ എണ്ണയിൽ വറുത്തതുമൊക്കെയായ ജങ്ക് ഫുഡ് പോലെ ഒരുപാട് നമ്മൾ കഴിക്കുകയാണ്. അപ്പൊ എങ്ങനെ രോഗം മാറുന്നത്? അപ്പൊ രോഗം മാറാൻ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ആ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കണമെന്നാണ്. ചിലപ്പോൾ നടക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, വ്യായാമം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും, ഭക്ഷണത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇതൊന്നും ചെയ്യാതെ മരുന്ന് മാത്രം ഇങ്ങനെ കഴിച്ചാൽ രോഗം മാറുകയില്ല. ഷുഗർ രോഗം വന്ന ചില ആളുകളുണ്ട്, അവരെ ഡോക്ടറുടെ അടുക്കൽ ചെല്ലും, മരുന്നെടുക്കും, അതുപോലെ ഇൻസുലിൻ എടുക്കാറുണ്ട്, മരുന്ന് കഴിക്കാറുണ്ട്, മരുന്ന് കുടിക്കാറുണ്ട്. പക്ഷെ അവരുടെ ഷുഗർ കുറയുന്നില്ല. കാരണം എന്താണ്? അവർ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ചായയും അതുപോലെ തന്നെ മറ്റ് ജ്യൂസൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ മധുരം ഇട്ട് ഇങ്ങനെ കഴിക്കും, ഐസ്ക്രീം കഴിക്കും, അതുപോലെ തന്നെ മറ്റ് മധുരമുള്ള എല്ലാ വസ്തുക്കളും കഴിക്കുന്നു, അതോടൊപ്പം തന്നെ ഗുളിക കഴിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മുടെ രോഗം മാറാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഡോക്ടർമാരുടെ പൂർണ്ണമായ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം നമ്മൾ പാലിക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് രോഗം തരുന്നതും രോഗം തരാത്തതും എല്ലാം അള്ളാഹുവാണ്. നമുക്ക് ഖൈറും ഷർറും എല്ലാം തരുന്നതാരാണ്? അള്ളാഹുവാണ്. പലപ്പോഴും നമ്മൾ രോഗം വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ചു എന്നിട്ടും രോഗം മാറുന്നില്ല എന്ന് നമ്മൾ പരാതി പറയാറുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളെ, മുസ്ലിമീങ്ങളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ്, നന്മയും തിന്മയും അള്ളാഹുൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നിട്ടും നമ്മുടെ രോഗം മാറാത്തതിൻ്റെ പിറകിൽ 1-2 ആത്മീയമായ കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ആത്മീയമായ കാര്യമെന്നറിയോ? ഒരിക്കൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിക്ക് കലശലായ വയറുവേദന വന്നു എന്നാണ് കിതാബുകളിൽ കാണാം. വയറുവേദന വന്നിട്ട് മഹാനവർകൾ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, എനിക്ക് നല്ല കലശലായ വയറിന് വേദനയുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു താല പറഞ്ഞു, മൂസ നബിയെ, ഇന്നാലിന്ന പർവ്വതത്തിന്റെ താഴെ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ വയറുവേദന മാറും. അങ്ങനെ മഹാനായ മൂസ നബി ചെന്നു, ആ ഇല പറിച്ച് കഴിച്ചു, വയറുവേദന മാറുകയാണ്. വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ആ വയറുവേദന വന്നു. അപ്പോൾ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? എനിക്ക് അന്ന് വയറുവേദന വന്നപ്പോൾ ഞാൻ ആ ഇല കഴിച്ചപ്പോൾ മാറിയതാണ്. നേരെ പോയി ആ ഇലയെടുത്ത് കഴിച്ചു, വയറുവേദന കുറയുന്നില്ല. വീണ്ടും കഴിച്ചു, കുറയുന്നില്ല, വീണ്ടും കഴിച്ചു, കുറയുന്നില്ല. ആ സമയത്ത് അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, അന്ന് എനിക്ക് വയറുവേദന വന്നപ്പോൾ നീ പറഞ്ഞ ആ ഇല ഞാൻ ഇപ്പോഴും കഴിച്ചു, എന്നിട്ട് എന്തേ എൻ്റെ വയറുവേദന മാറാത്തത്? ആ സമയത്ത് അള്ളാഹു താല പറഞ്ഞു, ഞാൻ മൂസ, അന്ന് കഴിച്ച ഇലയും ഇന്ന് കഴിച്ച ഇലയും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ അന്ന്
ആ ഇല കഴിക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, അള്ളാഹുവേ എനിക്ക് വയറുവേദനയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു തവക്കുലിന്റെ തേട്ടം എന്നോട് നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളത് പറഞ്ഞില്ല. ഇതാണ് ഭൂരിഭാഗം ആളുകൾക്കും സംഭവിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക, നേരെ ഡോക്ടർമാരുടെ അടുത്ത് പോവുക, മരുന്ന് ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കഴിക്കുകയാണ്. ഇംഗ്ലീഷ് ആവട്ടെ, ആയുർവേദം ആവട്ടെ, യുനാനി ആവട്ടെ, അല്ലെങ്കിൽ ഹോമിയോപ്പതി ആവട്ടെ, എന്താണോ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷേ മരുന്ന് കഴിച്ച് നമ്മുടെ ഇല്ലാത്ത അസുഖം നമ്മൾ ഉണ്ടാക്കുന്നതല്ലാതെ നമ്മുടെ രോഗം മാറാത്തതിൻ്റെ പിറകിൽ ഒന്ന് രണ്ട് ആത്മീയമായ കാര്യങ്ങൾ കൂടിയുണ്ട്. അതെന്റെ മുഅ്മിനീങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്ന്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചാലോ എന്തെങ്കിലും കുടിച്ചാലോ ചില സുന്നത്തുകൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്ത് നമ്മൾ കഴിച്ചാലും എന്ത് നമ്മൾ കുടിച്ചാലും, അതിപ്പോ മരുന്നാവട്ടെ, മരുന്ന് വളരെയധികം നിസ്സാരമായിട്ട് നമ്മൾ വായിലേക്കിട്ട് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പോവാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ഒഴിവാക്കുന്ന ഒന്ന് രണ്ട് സുന്നത്തുകളുണ്ട്. ഈ സുന്നത്തുകൾ കൂടി എടുത്ത് നമ്മൾ മരുന്ന് കഴിച്ചു നോക്കിക്കേ, ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗം എന്താണോ അത് മാറും. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മരുന്ന് കഴിക്കും, അത് ഗുളികയാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ മറ്റെന്ത് മെഡിസിൻ ആവട്ടെ, മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ കൈയിൻ്റെ ഈ ഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടായി, അവിടെ അല്ലെങ്കിൽ പൊള്ളലേറ്റു, അവിടെ നമ്മൾ ഓയിൽമെന്റ് തേക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന സുന്നത്തുകൾ പാലിക്കുക. ഒന്നാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഗുളിക നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാ, നമ്മൾ ഗുളിക പൊട്ടിച്ചെടുത്ത് കയ്യിലേക്കിട്ട് ഒരൊറ്റ വായിലേക്കിട്ട് വെള്ളം കുടിക്കുകയാണ്. അവിടെ ബിസ്മില്ല, ഹംദില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഗുളിക കഴിക്കുന്നത്? ചിലപ്പോൾ ആ ഗുളിക ഇങ്ങനെ പൊട്ടിച്ച് നേരെ വായിലേക്കിടും, ഒരു ബിസ്മില്ല, ഒന്നും പറയാറില്ല. അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നത് പോലെ നമ്മൾ ഗുളിക കഴിക്കുന്ന സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. മറന്നു പോകരുതേ. ഗുളികയാവട്ടെ, ഇനി എന്തെങ്കിലും ടോണിക് ആവട്ടെ, എന്തെങ്കിലും അരിഷ്ടമാവട്ടെ, കഷായമാവട്ടെ, എന്താണെങ്കിലും കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ മറന്നു പോകരുത്. ഇത് ഒന്നാമത്തെ സുന്നത്താണ്. രണ്ട്, വലത് കൈ കൊണ്ടാണ് ഇരിക്കണം മരുന്ന് കഴിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യാറ്? ആ ഗുളിക എടുത്ത് ഇടത് കൈയിൽ വെക്കും, ഇടത് കൈയിൽ വെച്ചിട്ട് ഒരൊറ്റ വായിലേക്ക് ഇട്ടു ഇങ്ങനെ എന്ന് പറയും, വെള്ളം കുടിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കഷായോ അരിഷ്ടമോ ഒക്കെ ആണെങ്കിലോ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ആ മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കുടിയാണ്, ഒരു ബിസ്മില്ല, ഒന്നും പറയാറില്ല. അപ്പോൾ ആദ്യത്തെ മര്യാദ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുക. രണ്ടാമത്തേത് വലത് കൈ കൊണ്ടായിരിക്കണം ഗുളികയാവട്ടെ മരുന്നാവട്ടെ എന്താണെങ്കിലും കഴിക്കേണ്ടത്. ഇനി പുരട്ടേണ്ടതും അങ്ങനെ തന്നെയാവണമെന്നാണ്, അതും സുന്നത്താണ്. ഇനിയിപ്പോൾ വലത് കൈയിലാണ് നമ്മുടെ മുറിവെങ്കിൽ അത് ഇടത് കൈ കൊണ്ടേ പറ്റുള്ളൂ. പക്ഷേ മരുന്ന് കഴിക്കുന്ന സമയത്തൊക്കെ വലത് കൈ കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മരുന്ന് കഴിക്കേണ്ടത്. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം. അതുപോലെ മരുന്ന് കഴിക്കുമ്പോൾ ഇരുന്നിട്ട് കഴിക്കണം. അല്ലാഹ് ഉസ്താദേ, ഇത് വലിയ മരുന്ന് ചോറ് പോലെയൊന്നും അല്ലല്ലോ കഴിക്കുന്നത്, ഒന്നോ രണ്ടോ ചെറിയ ഗുളികയല്ലേ, അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തിനാ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. ഇരിക്കണം. നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ഇരുന്നിട്ടാവണം കുടിക്കേണ്ടത്, ഇരുന്നിട്ടാവണം കഴിക്കേണ്ടത്. അത് മരുന്നാവട്ടെ, ഭക്ഷണമാവട്ടെ, വെള്ളമാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ കാര്യം മറന്നു പോകരുതേ. ഇത് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പറയണം എന്ത്, അൽഹംദുലില്ലാഹ്. ഈ 4 സുന്നത്തുകൾ മുടങ്ങാതെ, മരുന്ന് എപ്പോൾ കഴിച്ചാലും ഇത് മുടങ്ങാതെ നമ്മൾ ചെയ്തു നോക്കിക്കേ, നമ്മുടെ രോഗം വേഗത്തിൽ മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് കമന്റിലൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട്, 10 വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നു, 5 വർഷമായി ഞാൻ തുടർച്ചയായി മെഡിസിൻ എടുക്കുന്നു, എന്നിട്ടും രോഗം മാറുന്നില്ല, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകും, പറയുന്നവരുണ്ടാകും. എല്ലാവരോടും പറയട്ടെ, മരുന്ന് കഴിക്കുന്ന സമയത്ത് ഈ 4 സുന്നത്തുകൾ കൂടി നമ്മൾ എടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗം വേഗത്തിൽ അല്ലാഹു തആല ശിഫയാക്കും. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി പറയാനുള്ളത്, രോഗികളായ ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എന്ത് രോഗമാണോ അത് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ എപ്പോഴും രോഗമില്ലാത്ത ഒരു അവസ്ഥക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്നായിരുന്നു നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തതെന്നാണ്. അല്ലാഹുവേ എനിക്ക് ശരീരത്തിന് ആഫിയത്ത് നൽകണം, അതായത് രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥ തരണം എന്നാണ്. അപ്പോൾ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇനി രോഗിയായാൽ അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്, രോഗിയാവണമെന്നാണ്. അങ്ങനെ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമുക്ക് 4 കാര്യങ്ങൾ ഉണ്ടാകുമെന്ന 4 കാര്യങ്ങൾ. അതായത് ഒരു മനുഷ്യൻ രോഗിയായാൽ 4 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടും. 4 മലക്കുകൾ വന്നിട്ട് ഒന്നാമത്തെ മലക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, നമ്മുടെ ശരീരത്തിന്റെ ശക്തിയെ ആ മലക്ക് പിടിച്ചെടുക്കുമെന്നാണ്.
നമ്മുടെ ശരീരത്തിനൊരു കൂവത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നത്, നമുക്ക് ഓടാനും ചാടാനും. രോഗിയായാൽ പിന്നെ അങ്ങനെയില്ലല്ലോ, എപ്പോഴും ക്ഷീണമായിരിക്കും, തളർച്ചയായിരിക്കും. എന്തേ? ആ ശരീരത്തിൻ്റെ ആ ഒരു വലിയ ശക്തി അതെന്ത് ചെയ്യുന്നു? ഒരു മലക്ക് പിടിച്ചു വെക്കുന്നു എന്നാണ്. രണ്ടാമത്തെ മലക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ രുചി, രോഗിയായി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, വായക്ക് രുചിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ നമ്മുടെ നാവിന്റെ രുചി ഒരു മലക്ക് പിടിച്ചു വെക്കുമെന്നാണ്. മൂന്നാമതൊരു മലക്ക് വരും. ആ മലക്ക് വന്നിട്ടോ നമ്മുടെ മുഖത്തെ പ്രകാശം, രോഗിയായ ആളെയും രോഗി അല്ലാത്ത ആളെയും കണ്ടാൽ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും അല്ലേ? ഒരു പനി വന്ന ആളെങ്ങനെയായിരിക്കുന്ന, ഒരു ക്ഷീണിച്ച് മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കും, പനിയില്ലാത്ത ആൾ ഉഷാറായിരിക്കും എന്നതുപോലെ അങ്ങനെ ഉഷാറാവാൻ കാരണം നമുക്ക് മുഖത്തൊരു പ്രകാശം അല്ലാഹു തആല തരും രോഗമില്ലാത്ത സമയത്ത്. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ആ മുഖത്തെ പ്രകാശവും ഒരു മലക്ക് പിടിച്ചു വെക്കുമെന്നാണ്. നാലാമതൊരു മലക്ക് വന്നിട്ടോ ഈ രോഗിയായ മനുഷ്യന്റെ പാപങ്ങളെല്ലാം, അവൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം എടുത്ത് ആ മലക്ക് ഇങ്ങനെ പിടിച്ച് ഇവന്റെ പുറകുഭാഗത്ത് ഇങ്ങനെ നിൽക്കുമെന്നാണ്. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുകയാണ്, അള്ളാഹു തആല ഇവന്റെ ആ മറദ്, ഇവന്റെ രോഗം അത് ശിഫയാക്കി കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 കാര്യവും അള്ളാഹു മടക്കി കൊടുക്കുമെന്നാണ്. അവന്റെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം തിരിച്ചു കൊടുക്കും, അവൻ ഉഷാറാകും. അവന്റെ നാവിന് രുചി അള്ളാഹു ഇട്ടുകൊടുക്കും, എന്ത് ഭക്ഷണവും അവനിക്ക് കഴിക്കാൻ പറ്റും. അവന്റെ മുഖത്തെ പ്രകാശം അള്ളാഹു തിരിച്ചു കൊടുക്കും, അവനിക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ, മുഖത്ത് നല്ലൊരു തെളിച്ചം കാണുവാൻ സാധിക്കും. നാലാമത്തെ മലക്ക് പിടിച്ചു വെച്ചത് ഇവൻ ചെയ്തു പോയ തെറ്റുകളാണ്, പാപങ്ങളാണ്, അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവേ 3 കാര്യം ഇവനിക്ക് മടക്കി കൊടുത്തു, ഞാൻ ഇവന്റെ പാപങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്, ഈ പാപങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, ഇവനിക്ക് ഞാൻ മടക്കി കൊടുക്കട്ടെ എന്ന് ആ മലക്ക് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു തആല പറയും, വേണ്ട, എൻ്റെ അടിമ രോഗിയായ സമയത്ത് അവന്റെ പാപങ്ങൾ പിടിച്ചു വെച്ചു, ഇനി ആ പാപങ്ങൾ തിരിച്ചു വെക്കേണ്ട കാര്യമില്ല, അവനിക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല ആ മലക്കിനോട് പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ രോഗികളായ ആളുകൾക്ക് ഒരു ആശ്വാസമാകുന്ന ഒരു ഹദീസ് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു തആല നമ്മുടെ രോഗങ്ങൾ ശിഫയാക്കി തരുമാറാവട്ടെ. രോഗമില്ലാത്ത അവസ്ഥ അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇനി അഥവാ രോഗിയായാൽ ഈ പറയുന്ന ഓഫർ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു ഖൈർ നൽകട്ടെ, ആമീൻ. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മൾ എന്നും ആരോഗ്യമുള്ളവരായി മാറാൻ 12 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്. എന്നും ഒരു ആരോഗ്യം, എന്നൊരു ഉഷാറുള്ള ആളുകളായി മാറാൻ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞത് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്നാണ്. ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണ് അലി റളിയല്ലാഹു തആല. മഹാനവറുകൾ പറയുന്നു, നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ, യുവത്വം നിലനിർത്താൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി മഹാനവറുകൾ പറയുന്നത്, എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ഉപ്പ് കൊണ്ട് തുടങ്ങണമെന്നാണ്. അതായത് ഒരല്പം ഉപ്പ് ഒരുപാട് വാരി വായിലേക്ക് ഇടണം എന്നല്ല പറഞ്ഞതിന്, നമ്മുടെ കൈ കൊണ്ടൊരു ഉപ്പിലേക്കൊന്ന് തൊട്ടിട്ട് അതൊന്ന് വായിലേക്ക് വെക്കുക, ഉപ്പ് കൊണ്ട് തുടങ്ങുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് ഉപ്പെടുത്ത്, ഒരു തുള്ളി ഉപ്പെടുത്ത് നാവിൽ വെക്കണമെന്നാണ്. ഇതെന്താ അങ്ങനെ എന്ന് ചോദിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഫഇന്നഹു ശിഫാഉൻ 70 ദാ, അതായത് 70ഓളം വരുന്ന രോഗങ്ങൾക്ക് ഇത് ശിഫയാണ് എന്നാണ്. ഇതൊക്കെ പണ്ട് ഹദീസിൽ ആരൊക്കെ പറഞ്ഞല്ലോ ഉസ്താദ്, ഇതൊക്കെ വല്ല സയന്റിഫിക്കലായ വശങ്ങളുണ്ടോ? ഇന്ന് സയൻസ് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ദഹന പ്രക്രിയ അത് കൃത്യമായി നടക്കാൻ ഉപ്പ് സഹായിക്കുമെന്നാണ്. ഉപ്പ് അമിതമായാൽ വലിയ പ്രശ്നമാണ്, ഉപ്പ് തീരെ ഇല്ലെങ്കിലും അതും പ്രശ്നമാണ്. ഉപ്പ് എപ്പോഴും, അതായത് പ്രഷർ എപ്പോഴും നമ്മൾ നോർമലാക്കി കൊണ്ടുപോകണം. പ്രഷർ എപ്പോഴും കൂടാനും പാടില്ല, അത് തീരെ ഇല്ലാതാവാനും പാടില്ല, ഒരു മധ്യ ലെവലിൽ കൊണ്ടുപോകണം. എന്നുപോലെ പ്രഷർ ആവട്ടെ, ഷുഗർ ആവട്ടെ, എന്താണെങ്കിലും അങ്ങനെ തന്നെ. ഷുഗർ കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഉപ്പിന്റെ കാര്യമാണ്. അത് അമിതമാവാൻ പാടില്ല, എന്നാൽ തീരെ ഇല്ലാതിരിക്കാനും പാടില്ല. രണ്ടും പ്രയാസമുള്ള ഘട്ടമാണ്. അപ്പോൾ ഈ ഉപ്പെടുത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നാവിലൊന്ന് തൊട്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്താണ്, നാവിന് ഏറ്റവും നല്ല ഉപ്പെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊടിയുപ്പ്, അതിപ്പോൾ ഒരുപാട് വിഷം ചേർന്ന ഉപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു ആലം, പല വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴും നല്ലത് കല്ലുപ്പാണ്. ഒരു കല്ലുപ്പിൻ്റെ ചെറിയൊരു കഷ്ണം എടുത്ത് വായിലേക്ക് ഇടുക, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, ഭക്ഷണം കഴിച്ചതിന് ശേഷം. അത് ശരീരത്തിൽ പെട്ടെന്ന് അത് ദഹിക്കാനും അതുപോലെ ശരീരത്തിൽ പിടിക്കാനും അത് ഏറ്റവും ഖൈറാണ്. പിന്നെ അതുപോലെ തന്നെ നാവിന് നല്ല രുചി ഉണ്ടാവും. ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവാൻ ഈ ഉപ്പ് ആദ്യം നമ്മുടെ നാവിൽ വെക്കുന്നതും നല്ലതാണ് എന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. സയൻസ് അതെന്ന് ശരിവെക്കുകയാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, അമിതമായി മധുരം ഉപയോഗം പാടില്ല.
അമിതമായ മധുരം. വെളുത്ത വിഷം എന്നാണ് പഞ്ചസാരയെ പറ്റി പറയുന്നത്, വെളുത്ത വിഷം എന്നാണ്. അതുകൊണ്ട് വളരെയധികം കെയർ ചെയ്യണേ. നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ വാരി കൊടുക്കാറുണ്ട്. ചായയിലൊക്കെ ഇങ്ങനെ ചില ആളുകൾക്ക് 1, 2, 3 പ്രാവശ്യമൊക്കെ ഒരു ഗ്ലാസ് ചായയിൽ തന്നെ 3-4 പ്രാവശ്യം എന്ത് ചെയ്യും, സ്പൂണിൽ ഇങ്ങനെ പഞ്ചസാര ഇട്ട് കലക്കി കുടിക്കാറുണ്ട്. അത് അപകടമാണ്. അത് വലിയ, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പ്രമേഹം, ഷുഗർ അത് കൂടിയാൽ വലിയ പ്രശ്നമാണ്. അത് കൂടിയാൽ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചു പോലും മാറ്റേണ്ട അവസ്ഥയുണ്ടാകും. അള്ളാഹു കാക്കുമാറാവട്ടെ. ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അള്ളാഹു താര ശിഫയാക്കുമാറാവട്ടെ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എല്ലാ ദിവസവും കഴിയുമെങ്കിൽ അജുവ ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിച്ചാൽ അത് വലിയ ഖൈറാണ്. 7 അജുവ ഈത്തപ്പഴം വെറും വയറ്റിൽ കഴിക്കണമെന്നാണ്. ഇനി അജുവ ഈത്തപ്പഴം കിട്ടിയില്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴമായാലും കുഴപ്പമില്ല. അജുവയാണ് ഏറ്റവും, അജുവ എന്ന് പറഞ്ഞാൽ ഒരു കറുത്തിട്ട് അതിൻ്റെ കുരു നല്ല തടിച്ചിട്ടായിരിക്കും, ഒരു ഉണ്ട കളറിലായിരിക്കും ഈ അജുവ ഈത്തപ്പഴം. കഴിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ അജുവ ഈത്തപ്പഴം നല്ല വിലയാണ്. ഇനി ഇല്ലെങ്കിൽ സാധാരണ ഈത്തപ്പഴം വെറും വയറ്റിൽ 7 എണ്ണം വെച്ച് കഴിച്ചാൽ അത് വലിയ ഖൈറാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ ഈ അജുവ ഈത്തപ്പഴത്തിന് അത് സയന്റിഫിക്കലായ ഒരുപാട് വശങ്ങളുണ്ട്. അതുപോലെ ആത്മീയമായി സിഹറിനെ തടയാനും കണ്ണേറിനെ തടയാനും ഒക്കെ നല്ലതാണ് എന്ന് പോലും മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തഓട്ടം സുഗമമായി നടക്കാൻ, ക്ലിയർ ആവാൻ ഈ ഈത്തപ്പഴം രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവാൻ, നല്ല മൃദുലമായ സ്കിന്നാവാൻ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള പാടുകളും അതുപോലെ കുരുക്കളൊക്കെ മാറാനും ഈ ഈത്തപ്പഴം വെറും വയറ്റിൽ 7 എണ്ണം വെച്ച് കഴിക്കൽ ഏറ്റവും നല്ലതാണ്. മൂന്നാമത്തെ കാര്യം, ഉണക്കമുന്തിരി ഉണ്ടല്ലോ. ഇതൊക്കെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, ഉണക്കമുന്തിരി ഒരു ദിവസം 21 എണ്ണം കഴിക്കണമെന്നാണ്. അത് ചിലപ്പോൾ ഇനി വെറുതെ ഇങ്ങനെ കഴിക്കാം. അതല്ലാതെ ഏറ്റവും നല്ലത് തലേന്ന് രാത്രി നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചുക, പിറ്റേന്ന് രാവിലെ അത് വെറും വയറ്റിൽ തന്നെ കുടിക്കാവുന്നതാണ്. മുന്തിരി ഒന്ന് എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ വീർത്തിട്ടുണ്ടാകും, വെള്ളത്തിലിടുമ്പോൾ ഇങ്ങനെ വീർത്തിട്ടുണ്ടാകും. അതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ കശക്കി കൊടുത്തിട്ട് ഒന്ന് പീച്ച് കൊടുത്തിട്ട് അത് ആ പിശുടോട് കൂടി അത് കഴിക്കൽ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരിമാർ, അത് വലിയ അവരുടെ ആ ബ്ലഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറാൻ അത് നല്ലതാണ്. ദേഷ്യം കുറയുമെന്നാണ്. ദേഷ്യം, ഭർത്താവിന് ഭയങ്കര ദേഷ്യം, മക്കൾക്ക് ഭയങ്കര ദേഷ്യം, ഇത് കൊടുത്തു നോക്കി ആ ദേഷ്യം മാറുമെന്നാണ്. കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ പ്രഷർ നോർമൽ ആവാൻ ഇത് നല്ലതാണ്. നാലാമത്തേത്, ഇറച്ചി കഴിക്കണമെന്നാണ്. ഇതെന്താ ഉസ്താദ് പറയുന്നത്? കൊളസ്ട്രോൾ കൂടുതൽ ഇറച്ചി കഴിച്ചാൽ? ഇറച്ചി കഴിക്കണം, കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കണമെന്നാണ്. ഒരു ഡോക്ടറോട് ഒരാൾ ചോദിച്ചു, ഡോക്ടറെ എനിക്ക് കൊളസ്ട്രോൾ കൂടാൻ കാരണം എന്താ? നിങ്ങളുടെ ഭക്ഷണമാണ്, നിങ്ങൾ ഏത് ഇറച്ചിയാണ് കഴിക്കുന്നത്? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ മട്ടൺ ഒരുപാട് കഴിക്കാറുണ്ട്. എന്താ ഇങ്ങനെ ഒരുപാട് കഴിക്കാൻ കാരണം? ഞങ്ങളുടെ പ്രവാചകർ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഇറച്ചി കഴിക്കുമായിരുന്നു. നബി തങ്ങൾ ഒരുപാട് ആട്ടിറച്ചി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു അന്യമതസ്ഥനായ ആ ഡോക്ടർ പറയുകയാണ്, ഒരിക്കലും പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഒരിക്കലും നിങ്ങളുടെ റസൂൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഇറച്ചി ഇഷ്ടമായിരിക്കും, അതിപ്പോൾ നമുക്കും ഇഷ്ടമാണല്ലോ, ഇറച്ചി കഴിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ അവരൊക്കെ ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണമായിരിക്കും കഴിക്കുക, ഒരു കഷ്ണമാണ് കഴിക്കുക. നമ്മളിന്നോ ആട് മന്തി എന്ന് പറഞ്ഞിട്ട് ആടിനെ ഇങ്ങനെ നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അടിച്ചു കയറ്റുക, ഒരു ആടാണ് ഒരാളിങ്ങനെ കഴിക്കുക. പണ്ടൊക്കെ ഇറച്ചിക്കറി വെക്കുന്ന സമയത്ത്, കോഴിക്കറി വെക്കുന്ന സമയത്ത് ഒരു കോഴിക്കറി, അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങിടും, അതുപോലെ തന്നെ മറ്റ് ചിലപ്പോൾ പച്ചക്കറി ഇടും. എന്നിട്ട് അത് എല്ലാവർക്കും കൂടി, ഒരു കോഴി എല്ലാവർക്കും കൂടിയാണ്. ചിലപ്പോൾ വീട്ടിൽ 6 പേരുണ്ടാകും, 7 പേരുണ്ടാകും, 8 പേരുണ്ടാകും. അത് 3 നേരത്തേക്ക് അവരെടുക്കുമായിരുന്നു. ഇന്ന് ഒരു കോഴി ഒരാൾ ഒരു നേരത്തേക്കാണ് കഴിക്കുന്നത്. കുഴിമന്തിയായിട്ട്, അൽഫാമായിട്ട്, ഷവർമയായിട്ട് കഴിക്കുന്നു. പറയുന്നത് ഞാനൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, നബി തങ്ങൾ കുറച്ച് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. ഇപ്പം ഇറച്ചി കഴിക്കണം, പക്ഷെ കഴിക്കേണ്ട രൂപത്തിലായിരിക്കണം എന്ന് മാത്രം, അമിതമാവാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ചെയ്യുക, പല്ല് തേക്കുക എന്നതാണ്. ഒരുപാട് ഗുണങ്ങളാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ട് ആകുമായിരുന്നില്ല എങ്കിൽ ഞാൻ അവരോട് എപ്പോഴും പല്ല് തേക്കാൻ പറയും. അതായത് എപ്പോഴും ബ്രഷ് ഇങ്ങനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കൽ നമുക്കെന്തൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് നിർബന്ധമാക്കുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിന് പല്ല് തേക്കൽ നിർബന്ധമാക്കുമായിരുന്നു എന്ന് പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മിസ്വാക്ക് അത് നിത്യമാക്കാൻ, കൃത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം 5 നേരം നമ്മൾ ഉളു എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ബ്രഷ് ചെയ്യുക ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്ന സമയത്തും. കഫക്കെട്ടൊക്കെ മാറാൻ, അല്ലേ? കഫക്കെട്ട് കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്. ചുമ കൊണ്ട്, ഈ വില്ലൻ ചുമ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചുമകളുണ്ട്. ഈ ചുമയൊക്കെ കുറയാനും ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ ബ്രഷ് ചെയ്യുക ഏറ്റവും നല്ലതാണ്. ഇനി 6ാമതായി പറയാനുള്ളത്, വിശുദ്ധമായ ഖുർആൻ ഓതുക. മാനസികമായ പ്രയാസങ്ങൾ മാറാൻ, ടെൻഷനുകൾ മാറാൻ നിത്യമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശുദ്ധമായ ഖുർആൻ ഒരു ദിവസം 1 പേജെങ്കിലും ഓതുക. 7ാമത്തെ കാര്യം,
രാവിലത്തെ ഭക്ഷണം നേരത്തെ കഴിക്കുക, അതുപോലെ തന്നെ രാത്രിയിലെ ഭക്ഷണവും നേരത്തെ കഴിക്കുക. ചില ഡോക്ടർമാർ പറയുന്നത് 5 മണിക്ക് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഡോക്ടർമാരുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. അതായത് കുറഞ്ഞതൊരു ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ എങ്കിലും, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഇപ്പോൾ ഓത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് അധികം താമസിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം പെട്ടെന്ന് കഴിക്കുക. നമ്മളൊക്കെ അല്ലെ 10 മണി 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ എന്താ, വണ്ടിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഹോട്ടലിലേക്ക് പോയി അൽഫാമും കുഴിമന്തിയൊക്കെ കഴിക്കാനും. അത് വലിയ കേടാണ്. അത് കഴിച്ചു വന്ന് നേരെ വന്ന് കിടക്കുന്നു, അത് ദഹിക്കാതെ പിന്നെയും നമ്മൾ രാവിലെ എടുത്ത് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയാണ് വയറിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ 8ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഒരു ഫ്രീ മൈൻഡ് ആയിരിക്കും. ആരോടും ദേഷ്യമോ ഒരു കുശുമ്പോ ഒരു വിദ്വേഷമോ ഇല്ലാത്തൊരു മനസ്സാവുക. ഈ ദേഷ്യവും കുശുമ്പും ഒക്കെ മനസ്സിലിങ്ങനെ കൂടുന്തോറും നമുക്ക് എന്താ, ടെൻഷനുകൾ വർദ്ധിക്കുകയും പ്രഷർ കൂടുകയും നമുക്ക് തന്നെ വേണ്ടാത്ത അസുഖങ്ങൾ ഒരുപാടുണ്ടാകുമെന്നാണ്. ആരോടും വെറുപ്പും ഒരു കുശുമ്പും കുഞ്ഞായ്മ ഇല്ലാത്തൊരു മനസ്സാണെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും, അതുപോലെ ദീർഘായുസ്സും ഉണ്ടാകുമെന്നാണ്. 9ാമത്തേത് വുളു നിത്യമാക്കുക എന്നതാണ്. അത് വലിയൊരു ഖൈറാൻ, വലിയ ഖൈറാൻ. പൈശാചികമായ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാൻ വുളു നിത്യമാക്കണമെന്നാണ്. 10ാമത്തെ കാര്യം, അമിതമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ്. അത് നമുക്ക് എന്താ, ഡോക്ടർമാർ പറയുന്ന അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഹദീസൊക്കെ നോക്കിയാൽ അതിൻ്റെ ആ ഒരു രൂപം കാണുവാൻ സാധിക്കും. അത് അമിതമായാൽ നമുക്ക് ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, രോഗങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ 11ാമത്തെ കാര്യം, ധാരാളം വെള്ളം കുടിക്കണമെന്നാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ഓരോ 20 കിലോക്കും 2 ലിറ്റർ വീതം വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനെയൊന്നും പറ്റിയില്ല എങ്കിൽ ഒരു ദിവസം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, 2 ലിറ്റർ വെള്ളം, ഒരു കുപ്പി ഉണ്ടാവുമല്ലോ, അതിലെങ്കിലും കുടിച്ച് വെള്ളം തീർക്കുക. കാരണം നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ മൂത്രത്തിലൂടെയും വേർപ്പിലൂടെയൊക്കെ പോവാൻ ഒരുപാട് വെള്ളം ആവശ്യമാണ്. 12ാമത്തേത് ഇബാദത്തുകൾ നിത്യമാക്കുക, നിസ്കാരാദി കാര്യങ്ങൾ കൃത്യമാക്കുക, സ്വതക്കകൾ കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. അൽഹംദുലില്ലാ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു താല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് രോഗങ്ങളില്ലാത്ത ഒരവസ്ഥ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു താല പരിപൂർണമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.